खुशबू और तेरी सांसें, कतरा कतरा सब भुलाएंगे। सिलवटे जो तुमने छोड़ी है, धीरे धीरे सब मिटाएंगे। काटने को इतनी लंबी उम्र आगे है, जाने किसके पीछे तू बेवजह भागे है। आँख नम होती है होने दो, होठ लेकिन मुस्कुराएंगे। उसकी रातों से सुबह बनी, रफ्ता रफ्ता खींच लाएंगे। വല്യമ്മ പ്ലീസ്, വല്യമ്മ വിചാരിച്ചാൽ നടക്കും. വല്യമ്മ വിചാരിച്ചാലേ നടക്കും. പ്ലീസ് എന്റെ പൊന്നു വല്യമ്മല്ലേ, വല്യമ്മ എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യണം. എന്റെ മോളെ, ഞാൻ എന്ത് ചെയ്യണമെന്നാ മോള് പറയുന്നേ? നീ ചോദിച്ചിട്ട് അനുവാദം തരാത്ത ആള് ഞാൻ ചോദിച്ച അനുവാദം തരുമോ? അല്ല വല്യമ്മേ, വല്യമ്മ ചോദിച്ചാ വല്യച്ഛൻ എന്തായാലും സമ്മതിക്കും, എനിക്ക് ഉറപ്പാ. ശരി, ഞാൻ പറഞ്ഞു നോക്കാം. പക്ഷെ സമ്മതിച്ചില്ലേ ഇതിവിടെ നിർത്തിക്കണം, മനസ്സിലായോ? പിന്നെ ഇതിന്റെ പേരും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അതെങ്ങനെ? അത് സമ്മതിച്ചില്ലേ വല്യമ്മ സമ്മതിപ്പിക്കണം. എനിക്ക് എന്തായാലും ചെന്നൈ പോകണം. പ്ലീസ് വല്യമ്മേ, വല്യമ്മ ശ്രമിച്ചാൽ എന്തായാലും നടക്കും. വല്യമ്മയുടെ മോക്ക് വേണ്ടിട്ടല്ലേ, പ്ലീസ് എന്റെ മൊത്ത വല്യമ്മല്ലേ. ഇടി നീ എന്തൊക്കെയാ പറയുന്നേ? സമ്മതിച്ചില്ലേ ഞാൻ എങ്ങനെ സമ്മതിപ്പിക്കാൻ അങ്ങേരെ കൊണ്ട്? നിനക്കറിയില്ലേ അദ്ദേഹത്തിന്റെ സ്വഭാവം? ഓ എന്റെ വല്യമ്മ, അതൊക്കെ നടക്കും. വല്യമ്മ വിചാരിച്ച എല്ലാം നടക്കും. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. പ്ലീസ് വല്യമ്മ ഒന്ന് ചെന്ന് ചോദിക്ക് പ്ലീസ്. ഞാൻ എത്ര ദിവസം ഇവിടെ നിങ്ങൾക്ക് കാല് പിടിക്കുന്നറിയോ? ഓ മതി മതി, ശരി ഞാൻ ചോദിച്ചു നോക്കാം. നീ ഇവിടെ നിൽക്ക, ഞാൻ ഇപ്പൊ വരാം. നേനെ സത്യം പറ, നീ എന്തിനാ ഇപ്പോൾ ഇത്ര തിടുക്കപ്പെട്ട് ചെന്നൈ പോണെന്ന് വാശി പിടിക്കുന്നേ? ഇതിലെന്തോ ഉണ്ടല്ലോ. എന്തുണ്ടാവാൻ? ഒന്നുമില്ല. അമ്മ വെറുതെ ചുമ്മാ ഓരോന്നും ചിന്തിച്ച് കാട് കയറണ്ട. ഞാൻ അമ്മൂനെ കാണാൻ വേണ്ടി തന്നെ പോവാം. എനിക്കെന്തോ ഈ ഒരവസ്ഥയിൽ അവൾ അവിടെ ഇങ്ങനെ തനിച്ചാണെന്ന് നോക്കുമ്പോൾ ഒരു സമാധാനമില്ല. ഞാൻ കുറച്ച് ദിവസത്തേക്കല്ലേ പോന്നേ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വരൂലേ, പിന്നെന്താ? സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് മോളെ, അമ്മൂനെ ഓർത്തിട്ട് ഒരു സമാധാനമില്ല. എനിക്കും കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്ന ഉടനെ അമ്മൂനെ കാണാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടാ രാമേട്ട ഇവിടുന്ന് പോയത്. പക്ഷെ കേസ് കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്നും വരാൻ പറ്റില്ല, അതാ പ്രശ്നം. എൻ്റെ ചെറിയമ്മ ഇങ്ങനെ വിഷമിക്കണ്ട. സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല സങ്കടമുണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയതിൽ. പക്ഷെ അറിയാലോ അവളുടെ സ്വഭാവം. അവളുടെ സമ്മതമില്ലാതെ വിവാഹം ഉറപ്പിച്ചതിൻ്റെ ദേഷ്യത്തിലാണ് അവൾ ഇപ്പോഴും. അതുകൊണ്ട് ആദ്യം ഞാൻ പോയി അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. എന്നിട്ട് അവളുടെ മൈൻഡൊക്കെ ഒന്ന് നോക്കിയാവുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അവളെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും ചെറിയമ്മ. അതുകൊണ്ട് തൽക്കാലം എൻ്റെ ചെറിയമ്മ ചെന്നൈ പോകുന്നതിനെ പറ്റി ചിന്തിക്കേ വേണ്ട കേട്ടോ. അവളിവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ, അവൾ ഇങ്ങോട്ട് വരുമോ നമുക്ക് നോക്കാം. എൻ്റെ ചെറിയമ്മ വിഷമിക്കണ്ട. എൻ്റെ ലക്ഷ്മി, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. ഇതാ നിങ്ങളുടെ കുഴപ്പം. ഒരു കാര്യം പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് തീരുമാനമെടുക്കും. എന്നാൽ പറയുന്ന കാര്യം എന്താണെന്ന് കേട്ടിട്ട് അത് ആലോചിച്ച് തീരുമാനമെടുത്താൽ പോരെ.
ലക്ഷ്മി, ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ കൂടുതൽ കേൾക്കാനുമില്ല ആലോചിക്കാനുമില്ല. എന്തായാലും അമ്മുവിനെ കാണാൻ നയനമോൾ എങ്ങോട്ടും പോകുന്നില്ല. ശരി, എന്തിനാ അമ്മുവിനെ കാണാൻ പോകുന്നതെന്ന് നിങ്ങൾ അവളോട് ചോദിച്ചോ? മോൾ ഇവിടുന്ന് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഇത്രയും ദിവസം നയനമോള് അമ്മുവിനെ പറ്റി ഇവിടെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. എന്നാ ഇപ്പോ എന്തിനാ അവൾ ഇവിടെ പോണെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ലക്ഷ്മി, നീ എന്താ പറഞ്ഞു വരുന്നേ? അതെ, നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. ശരിക്കും പറഞ്ഞാൽ അമ്മുവിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥകൾ കാരണം നമ്മളല്ലേ. എന്നിട്ടും മോളോട് പോലും ചോദിക്കാതെ നമ്മൾ അവളുടെ വിവാഹം ഉറപ്പിച്ചോ? ആദ്യം പെണ്ണൊന്ന് ഇടഞ്ഞെങ്കിലും പിന്നീട് അവൾ ഒന്നും പറയാതെ എൻഗേജ്മെന്റ് സമ്മതിച്ചില്ലേ? അതെന്തുകൊണ്ട് അവൾ അതിന് തയ്യാറായെന്ന് നിങ്ങൾക്കറിയാം. ഈ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിൽ നമ്മുടെ കുടുംബത്തിന് അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. മോൾ ഇഷ്ടമില്ലായിട്ട് പോലും അന്ന് വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചു. അവളോട് നമ്മൾ ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ മോൾക്ക് അപ്പത്തന്നെ വീട് ഇറങ്ങിപ്പോകായിരുന്നു. എന്നിട്ടും വിവാഹ നിശ്ചയം കഴിയുന്നതുവരെയെങ്കിലും അവൾ ഇവിടെ നിന്നില്ലേ? ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ സങ്കടത്തിലായിരിക്കും ആരോടും പറയാതെ അവൾ ഇവിടെ ഇറങ്ങിപ്പോയത്. നീ പറഞ്ഞതൊക്കെ ശരിയാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞില്ലേ? എൻ്റെ ഏട്ടാ, അമ്മ അന്ന് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കുന്നു വിചാരിച്ചിട്ട് തന്നെയാ അവൾ അന്ന് വന്നത്. പക്ഷെ ആരോടും പറയാതെ ആ രാത്രി തന്നെ അവൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയെങ്കിൽ അവളുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും, എന്തുമാത്രം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കുട്ടി. എനിക്കറിയാം എൻ്റെ കുട്ടി മനസ്സ് നൊന്ത അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ നമ്മളാരും ഇതൊന്നും മനസ്സിലാക്കിയില്ല. എന്നാൽ നമ്മുടെ നയനമോള് അതെല്ലാം മനസ്സിലാക്കി. ഇത്രയും ദിവസം അവൾക്ക് അമ്മുവിനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. സ്കൂളിൽ പോകാനോ കുട്ടികളെ പഠിപ്പിക്കാനോ ഒക്കെ പറ്റുന്നില്ല. അപ്പോഴൊക്കെ അവളുടെ മനസ്സിൽ അമ്മുവിനെ കുറിച്ചുള്ള ചിന്തകളാണ്. അവൾ എന്തായിരിക്കും, എത്രത്തോളം സങ്കടപ്പെട്ടായിരിക്കും, ഇതൊക്കെ അവളുടെ മനസ്സിലിപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ അമ്മുവിനെ കാണുന്ന മോള് വാശി പിടിക്കുന്നത്. പിന്നെ അമ്മ ഇപ്പം നയനെ മാത്രമേ വിളിക്കാറുള്ളൂ, അവളോട് മാത്രമേ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് അമ്മുവിനെ കാണാൻ തോന്നിയിട്ടുണ്ടാവും. ഈ ഒരവസ്ഥയിൽ കുറച്ച് ദിവസം നയൻ അവിടെ പോയി നിന്നാൽ അമ്മുവിനൊരാശ്വാസമായിരിക്കും അത്. അവൾ പോയി വരട്ടെ ഏട്ടാ. എന്തൊക്കെ പറഞ്ഞാലും അമ്മ നമ്മുടെ മോളല്ലേ. ശരി, ഞാനവളിവിടെ, നീ അവളെ ഇങ്ങോട്ട് വിളിക്കുക. ആ, നീ എത്ര ദിവസത്തേക്കാ പോകുന്നത്? അത് തീരുമാനിച്ചിട്ടില്ല വലിച്ച. ദേവനോട് ചോദിച്ചോ? ചോദിച്ചു. വലിച്ച സമ്മതിക്കുകയാണെങ്കിൽ ഓടുന്നു പറഞ്ഞു. എന്തായാലും പോവാൻ തീരുമാനിച്ചല്ലേ, ഒരു 2 ആഴ്ച ഇവിടെ നിന്നോ. എന്തായാലും അധികം വൈകണ്ട, നാളെ തന്നെ പോട്. പിന്നെ ട്രെയിനിൽ പോകണ്ട, ഫ്ലൈറ്റിൽ പോയാൽ മതി, മനസ്സിലായോ? മുന്നോട് ഞാൻ പറയാം ഒരു ടിക്കറ്റ് എടുക്കാൻ. അല്ല വിളിച്ച, ഞാൻ സ്കൂളിൽ ലീവിന് അപ്ലൈ ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി മോൾ ആലോചിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. എന്തായാലും നാളെ പോകാൻ നോക്ക് കേട്ടോ. ശരി. പിന്നെ വിളിച്ച താങ്ക്സ്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമേ എന്നും വലിച്ചും ജീവിച്ചിട്ടുള്ളൂ. അതിനി അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അതൊന്നും എൻ്റെ മക്കൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ശരി, എന്നാൽ നാളെ പോകണ്ടല്ലേ, മോള് ചെല്ല്. താങ്ക് യു സോ മച്ച് എൻ്റെ മുത്ത വല്യമ്മ. അല്ല സത്യമായിട്ടും ഞാൻ വിചാരിച്ചില്ല വിളിച്ച് സമ്മതിക്കുന്നേ. അല്ല വല്യമ്മേ, വല്യമ്മ എന്താ വിളിച്ചോട് പറഞ്ഞേ? ഓ എൻ്റെ പെണ്ണൊന്ന് അടങ്ങ്. എന്ത് പറയാൻ, നിങ്ങൾ രണ്ടുപേരെ കുറിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അത് അദ്ദേഹത്തിന് മനസ്സിലായി. അല്ലെങ്കിലും കുറച്ച് ഗമക്കാരനാണെങ്കിലും കാര്യം പറഞ്ഞാൽ മൂപ്പർക്ക് മനസ്സിലാവും. അതെന്താവട്ടെ, എന്താ ഞാൻ ഇപ്പൊ തന്നെ അവിടെ വെച്ച് കാര്യം പറയട്ടെ, അവർക്ക് സന്തോഷാവും.
സമ്മതിച്ചൊന്നു? എന്ത്? എൻ്റെ കണ്ണേട്ട ചെന്നൈയിൽ വരാൻ വലിച്ചെന്നെ സമ്മതിച്ചു എന്ന്. വാട്ട്? റിയലി? സത്യമാണോ നീ പറയുന്നത്? താങ്ക് ഗോഡ്. അല്ല, എന്നിട്ട് എപ്പോഴാണ് നീ വരുന്നത്? നാളെ തന്നെ കൂടുന്ന വെളിച്ചം പറഞ്ഞു. ട്രെയിനിൽ പോകണ്ട, ഫ്ലൈറ്റിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ടൈം അറിയില്ല, ഉണ്ണിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം മനസ്സിലായ ഞാൻ കണ്ണേട്ടനെ വിളിക്കാം. കണ്ണേട്ടൻ വരില്ലേ എന്നെ പിക്കാൻ? പിന്നെ വരാതെ? എൻ്റെ പെണ്ണിനെ കൂട്ടാൻ ഞാനല്ലാതെ വേറെ ആരാ വരണ്ടേ? എൻ്റെ പെണ്ണിനെ കാണാൻ ഞാനിവിടെ കാത്തിരിക്കുക. അതറിയോ നിനക്ക്? ഓ തുടങ്ങി. പിന്നെ ഒന്നിപ്പോൾ കണ്ടിട്ടോട്ടെ. സമയം അറിഞ്ഞിട്ട് ഞാൻ കണ്ണേട്ടനെ വിളിക്കാം. പിന്നെ അമ്മനോട് പറയല്ലേ, അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അവൾക്ക് മാത്രമല്ല കേട്ടോ, നിനക്കൊണ്ടൊരു സർപ്രൈസ്. എനിക്കോ? എനിക്കെന്ത് സർപ്രൈസ്? എന്താ കണ്ടിട്ടാ? അത് ശരി, സർപ്രൈസ് അങ്ങനെ പറയാൻ പാടുണ്ടോ? സർപ്രൈസ് എപ്പോഴും സർപ്രൈസ് തന്നെ, അത് വന്നിട്ട് കണ്ടാൽ മതി. പ്ലീസ് കണ്ണേട്ടാ പ്ലീസ്, എന്താന്ന് പറ. എന്ത് സർപ്രൈസാ? ഇനി എനിക്കതറിയാതൊരു സമാധാനം ഉണ്ടാവില്ല. അയ്യോ കുണുകുണവാവ, ഇപ്പോൾ ഫോൺ വെച്ചോ കേട്ടോ. എന്തായാലും ഞാൻ പറയില്ല. സർപ്രൈസ് പറഞ്ഞാൽ പിന്നെ അത് സർപ്രൈസ് ആവോ? എന്തായാലും കുറച്ച് മണിക്കൂറുകളല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് എത്താൻ. നീ വന്നിട്ട് കണ്ടാൽ മതി. ആയിക്കോട്ടെ, ശരി എന്നാ. പിന്നെ കണ്ണേട്ടൻ എന്താ ഞാൻ കൊണ്ടുവരണ്ടേ? എനിക്കോ? ഒന്നും കൊണ്ടുവരണ്ട, എനിക്ക് നിന്നെയും കണ്ടാൽ മതി. നീ ഒന്ന് പെട്ടെന്നിങ്ങ് വാ എൻ്റെ പെണ്ണെ. എന്നാൽ ശരി, ആരെയും കണ്ടാൽ പ്രശ്നമാവും. നീ ഫോൺ വെച്ചോ. പിന്നെ ടൈം പറഞ്ഞിട്ട് വിളിക്കട്ടോ. അല്ലേ വേണ്ട, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ ബൈ, ലവ് യു. എന്റെ കണ്ടിട്ടാ ശരി എന്നാ. ഈ കണ്ടിട്ടെന്റെ ഒരു കാര്യം. നീ ഒരുപാട് മാറിപ്പോയിരുന്നു, ഒരുപാട് പറഞ്ഞു, ഒരുപാട്. പണ്ട് നീ ഇങ്ങനൊന്നല്ലായിരുന്നു. ആ അമ്മുവാണ് ഈ അമ്മെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോളെ അമ്മു, ഇത് നമ്മുടെ നാടല്ല. നമ്മുടെ നാട്ടിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ നാട്. പുതിയ ആൾക്കാർ, പുതിയ കുട്ടികൾ, പുതിയ കോളേജ്, പുതിയ രീതികൾ, പുതിയ ശൈലികൾ. കഴിഞ്ഞതൊക്കെ ഇനിയെങ്കിലും എൻ്റെ മോള് മറക്കണം. അച്ഛൻ മതി, നിർത്ത്. ഇതൊന്നും എന്നോട് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് അച്ഛൻ നന്നായിട്ടറിയാം. പിന്നെ എന്തിനാ വെറുതെ എല്ലാം മറക്കണം പോലും. എന്താ മറക്കേണ്ടത്? നിങ്ങളെല്ലാവരും പട്ടിയെ പോലെ ആട്ടി ഓടിച്ച എൻ്റെ ചന്തുവിനെയാണ് ഞാൻ മറക്കേണ്ടത്. അത് ഈ ജന്മത്തിൽ എനിക്ക് കഴിയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ എന്നോട് പറഞ്ഞ് എന്നെ ഇങ്ങനെ? അച്ഛാ പ്ലീസ്, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഇവിടെ വന്നത് പഠിക്കാനാണ്, പഠിക്കാൻ വേണ്ടി മാത്രം. നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് എന്തായാലും എൻ്റെ പഠിപ്പ് ഞാൻ നഷ്ടപ്പെടുത്തില്ല. പോരെ അമ്മ മതി. എന്താ ഇത്? ഇത് കോളേജാ, അല്ലാതെ നമ്മുടെ വീടല്ല. അങ്കിൾ, അങ്കിൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. ഞാൻ മോനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ആ
ഇവരെ നിനക്ക് മനസ്സിലായില്ലേ? അതെന്ത് ചോദ്യം അങ്കിളെ? ഇവരെ എനിക്ക് മനസ്സിലാവാതിരിക്കുമോ? ഇത് അങ്കിളുടെ മാനസപുത്രി നൈറ വർമ്മ, അമ്മു എന്ന് വിളിക്കും. ഇത് ദേവൻ അങ്കിളിൻ്റെ മോള് നയന വർമ്മ, നീനു എന്ന് വിളിക്കും. റൈറ്റ്? ഇതാരാ? അല്ല, നിങ്ങൾക്കെങ്ങനെ ഞങ്ങളറിയാം? എനിക്ക് നിങ്ങൾ മാത്രമല്ല എല്ലാവരെ കുറിച്ചറിയാം. നിങ്ങളെ വീട്ടിലെല്ലാവരെക്കുറിച്ചും. അച്ഛാ, ആരാ ഇത്? മോളെ, ഇതാണ് ഏബൽ, നമ്മുടെ നന്ദുവിൻ്റെ മോനോ. ഞാൻ പറയാറില്ലേ ഒരു കണ്ണിനെ കുറിച്ച്. ഓ, അപ്പച്ചിയുടെ മോൻ. ആ, കണ്ണടനെ കുറിച്ച് അച്ഛൻ പറയാറുണ്ട്. അല്ല, നിങ്ങളെന്താ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്? അമ്മുന് ക്ലാസ് കയറണ്ടേ? സോറി, അല്ല എനിക്ക് അമ്മൂന്ന് വിളിക്കാമല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അങ്കിളും പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് ഇയാളുടെ പ്രിയപ്പെട്ടവരല്ലാതെ വേറെ ആരും അമ്മു എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. ഏയ്, അതൊന്നും കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ കണ്ടിട്ട് എൻ്റെ ഏട്ടനല്ലേ, എൻ്റെ അമ്മ തന്നെ വിളിച്ചാൽ മതി. എനിക്കതാ ഇഷ്ടം. ഓ ആയിക്കോട്ടെ, എന്നാ ഓക്കെ, അമ്മ വാ. അങ്കിൾ, നിങ്ങളിന്ന് പോകത്തില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല മോനെ, ഇന്ന് എന്തായാലും പോകുന്നില്ല, നാളെ പോകും. അല്ല, എബി എവിടെ? എൻ്റെ അങ്കിളെ അതൊന്നും പറയണ്ട. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് സീനിയർ ആയതിൻ്റെ കമയാ. അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ പറയാം, എന്തായാലും വൈകിട്ട് കാണാലോ. ശരിയെന്നാ, നിങ്ങൾ വിട്ടോ, ഞാനിവിടെ ക്ലാസ്സിലേക്കാക്കാം. ഇതാണ് നിൻ്റെ ക്ലാസ്. കുട്ടികൾക്ക് വരുന്നേ ഉള്ളൂ, തുടങ്ങാൻ സമയമായിട്ടില്ല. ഇനിയും ഒരു അരമണിക്കൂറുണ്ട്. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. എൻ്റെ നമ്പറുണ്ടോ കയ്യിൽ? ആ, ഉണ്ട് കണ്ടിട്ടാ, അച്ഛൻ തന്നിട്ടുണ്ട്. എന്നാൽ ശരി, കണ്ടിട്ടും പോയിക്കോ. എന്നാൽ ഓക്കെ, ഞാനേ ആ എ ബി എവിടെയുള്ളതെന്ന് നോക്കട്ടെ. ബോറടിക്കുന്നു. ദൈവമേ, ഏതെങ്കിലും ഒരു മലയാളി തന്നെ എൻ്റെ അടുത്ത് വന്നിരിക്കണേ. സംസാരിക്കാൻ കൂടി ആരുമില്ല. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ സിറ്റ് ഹിയർ? യാ, ഓഫ് കോഴ്സ്, താങ്ക്സ്. ഈ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടോ ആവോ? മര്യാദക്കൊന്ന് സംസാരിക്കായിരുന്നു. മലയാളിയാണോ? അതെ. ഹേ, അപ്പൊ ഇയാൾ മലയാളിയാ? താങ്ക് ഗോഡ്. സത്യം, ഞാനിപ്പം മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ എൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു മലയാളത്തിൻ്റെ വന്നിരിക്കണേന്ന്. ഓ റിയലി? വാവ്. എനിവേ, ഐ എം സോണിയ. ഐ എം നൈറ. സോണി, ക്ലാസ് തുടങ്ങാൻ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോഴേക്കും നമുക്കൊന്ന് പുറത്തു പോയാലോ? എവിടെ നിന്നിരിക്കുന്ന ബോറടിക്കുന്നു. ചുമ്മാ കുളച്ചേക്കൊന്ന് കാണാലോ. ഞാൻ ഇതിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. നീ വാ.
പറ്റില്ലല്ലോ. നത്തിങ്, ഓക്കെ. ഐ എം സോറി. ഞാൻ പെട്ടെന്ന് വരുമ്പോൾ കണ്ടില്ല. സോറി. എന്ത് കണ്ടില്ലെന്ന്? തന്റെ കാണുന്ന മുഖത്തൊന്നുമല്ലേ? ഇവൾക്കെന്താ പറ്റിയിരുന്നെങ്കിലോ? അതിനൊന്നും പറ്റിയില്ലല്ലോ. വീഴുന്നതിന് മുമ്പ് ഞാൻ പിടിച്ചില്ലേ. ഓ പിന്നെ വലിയ കാര്യപ്പോയി. അതെ, ഇയാളല്ലല്ലോ ഞാൻ വന്നിടിച്ചത്, ഈ കുട്ടിയല്ലേ. ഇവൾക്കൊരു പ്രശ്നമില്ലല്ലോ. ഇവക്കില്ലാത്ത എന്ത് കുത്തല്ല തനിക്ക്. കൂടുതൽ ആളാവല്ലേ സോണി? മതി, ഇയാൾ അറിയാതെ വന്നിടിച്ചല്ലേ. സാരില്ല, പോട്ടെ, വിട്ടേക്ക്. എടി ഇവൻ മതി സോണി, വാ, സമയം നമുക്ക് പോവാം. ആ, നിങ്ങൾ വന്നോ? എബി എവിടെ? അവൻ വന്നില്ലേ? വന്നേ പിന്നെ ഞാൻ നിന്നോട് ചോദിച്ചോ? എന്നാ അവൻ വന്നോളൂ. ആ മോളെ, എങ്ങനെയുണ്ടായിരുന്നു പുതിയ കോളേജ്? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമൊന്നുമില്ല അപ്പച്ചേ. അപ്പച്ചേ, എനിക്ക് എന്തൊരു ക്ഷീണം പോലെ, ഒന്ന് പോയി കിടക്കട്ടെ. അയ്യോ, എന്ത് പറ്റും മോളെ? നീ ഓക്കെ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല അപ്പച്ചേ, എന്തൊരു ക്ഷീണം പോലെ, ഒന്ന് കിടന്നാൽ മാറിക്കോളും. നീനു, നീ നിന്റെ കൂടെ വരും. അമ്മ, ശരിക്കും എന്താ അമ്മുവിന് പറ്റിയത്? എന്താടി, നീ എന്തിനാ എന്നെ വിളിച്ചേ? നീനു, ഞാനിവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുക. ഹോസ്റ്റലിലേക്കോ? എന്തിന്? എന്താടാ, എന്താ നിന്റെ പ്രശ്നം? ഇടി, എനിക്കിവിടെ ശരിയാവുന്നില്ല. എന്തോ ഒരു ബാഡ് ഫീലിംഗ്. ബാഡ് ഫീലിങ്ങോ? എന്തിന്? നിങ്ങളുടെ ഇവിടെ ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഏയ് ഇല്ലടി, അങ്ങനൊന്നുമില്ല. എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് നിന്നെ കൂടെ കൂട്ടിയത്. എന്നാ നീ നാളെ പോവല്ലേ? പിന്നെ ഞാനിവിടെ തനിച്ചായി പോവും. അത് ഓർക്കുമ്പോൾ എന്തോ പോലെ. ഹോസ്റ്റലിലാകുമ്പോൾ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? തനിച്ചോ? നീയോ? എന്തൊക്കെയായി പറയുന്നേ? എടി, നീ ഇങ്ങനെ തനിച്ചാവും. ഇവിടെ അപ്പച്ചിയുണ്ട്, അങ്കിളുണ്ട്, പിന്നെ കണ്ണേടൻ എബിയൊക്കെ ഇല്ലേ. പിന്നെ ഞാൻ തനിച്ചാവുന്നേ? എബി, അത് ഞാൻ ചോദിക്കുന്നു വെച്ചു. ആരാടി എബി? രാവിലെ അച്ഛനും കണ്ണേട്ടനോട് ചോദിക്കുന്നത് കേട്ടല്ലോ. ആ, അത് അങ്കിളിൻ്റെ പെങ്ങളുടെ മോനാ. അവൻ്റെ പേരൻസൊക്കെ ചെറുപ്പത്തിൽ മരിച്ചു. എന്തോ ആക്സിഡൻ്റ് ആയിരുന്നു. പിന്നെ അവൻ വളർന്നതും പഠിച്ചതൊക്കെ എവിടെയെന്നാ? അല്ല, അത് തന്നെ നോക്കിയാൽ പോരെ. സ്വന്തം മോനല്ലായിരുന്നിട്ട് പോലും അപ്പച്ചാങ്കിലും അവരുടെ സ്വന്തം മകനായിട്ടല്ലേ അവനെ നോക്കുന്നത്. അപ്പൊ പിന്നെ നിന്റെ കാര്യത്തിൽ അപ്പച്ച അങ്ങനെ തന്നെയായിരിക്കില്ലേ? അമ്മോ, ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് സംഭവിച്ച കാര്യങ്ങളെ ഓർത്ത് നീ നിന്റെ നല്ല ജീവിതം നശിപ്പിക്കരുത് മോളെ. കണ്ണേട്ടനോടും എബിയോടും ഒക്കെ നീ ഒന്നുകൂടെ അടുക്കണം. നിനക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കിട്ടുമ്പോൾ നിന്റെ മൈൻഡൊക്കെ മാറി നീ ഒന്ന് ഫ്രഷ് ആയിക്കോളും. ഇപ്പൊ നീ ഒന്ന് റെസ്റ്റ് എടുക്ക. ഞാൻ താഴെ ഉണ്ടാവും. നയന, എന്താടോ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല കണ്ടേട്ടാ, ചുമ്മാ. രാവിലെ ശരിക്കും പരിചയപ്പെടാൻ പറ്റില്ല. ഇനി എന്തിനാ കൂടുതൽ പരിചയപ്പെടുന്നേ? ഓൾറെഡി നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് എല്ലാം അറിയാവുന്നല്ലേ. അത് ശരിയാ, എന്നാലും ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. നയന, ഞാനൊരു കാര്യം ചോദിച്ചാ താ സത്യം പറയൂ? എന്താ കണ്ടിട്ടാ? അത് പിന്നെ അമ്മുവിനെ കുറിച്ചാ. ശരിക്കും അവളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അപ്പച്ചൊന്നും പറഞ്ഞില്ലേ കണ്ണേട്ടനോട്? പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ആരുമായിട്ട് പ്രണയത്തിലാണെന്നോ ആ കുട്ടിയെ വല്യച്ഛൻ
ഇവിടെ പറഞ്ഞു വിട്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതല്ല എനിക്കറിയേണ്ടത്. അമ്മുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച യഥാർത്ഥ കാര്യങ്ങൾ അതെനിക്കറിയേണ്ടത്. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? കണ്ണേട്ടനോട് എല്ലാം ഞാൻ പറയാമെന്ന് വിചാരിച്ചതാ. കണ്ണേട്ടനെല്ലാം അറിയണം. അമ്മനെ പറ്റി എല്ലാം കണ്ണേട്ടൻ അറിയണം. ഇല്ലെങ്കിൽ അവൾക്കിവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ പോകും. അല്ലെങ്കിൽ തന്നെ ഞാൻ നാളെ പോകുന്നതിന് ടെൻഷനില്ല അവളിപ്പോൾ. എന്നാ പറഞ്ഞേനെ, എന്താ അമ്മ സംഭവിച്ചത്? ആരെ ചന്തു? അവൻ എന്താ സംഭവിച്ചത്? എനിക്കെല്ലാം അറിയണം, എല്ലാം. ചന്തു ഞങ്ങളുടെ കളിക്കൂട്ടുകാരനായിരുന്നു. തറവാട്ടിൽ ജോലി ചെയ്തിരുന്ന വിമലാൻ്റെയുടെ ഒരേ ഒരു മകൻ. ജോലിക്കാരിയാണെങ്കിലും അവിടെയുള്ളവർ അവരൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ വീട്ടിലൊരാളെ പോലെ തന്നെയാണ് എല്ലാവരും അവരെ കണ്ടത്. അതുപോലെ തന്നെയാണ് പെരുമാറിയതും. അതുകൊണ്ട് തന്നെ അവരുടെ മകനെയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതാണ് ചന്തു. കണ്ണൻ്റെയും അമ്മുവിൻ്റെയും പ്രായ ചന്തുവിനും എൻ്റെ ഒരു വയസ്സിനുള്ളത്. പഠിക്കാൻ ഇഷ്ടമായിരുന്നു ചന്തുവിനും. അവന് ഞങ്ങളുടെ കൂടെ സ്കൂളിൽ ചേർത്തതും അവൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതും വല്യച്ഛനായിരുന്നു. കണ്ണന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചന്തുവിന്. ഒരു പക്ഷേ തറവാട്ടിൽ ആ സമയത്ത് അവൻ്റെ പ്രായത്തിൽ ഒരു ആൺകുട്ടികൾ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കാം അവർ തമ്മിൽ പെട്ടെന്നെടുത്തു. നല്ല ഫ്രണ്ട്സായി, ബെസ്റ്റ് ഫ്രണ്ട്സ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഞങ്ങൾ 4 പേരും വലുതായി, വളർന്നു വലിയ കുട്ടികളായി. പക്ഷെ ഇതിനിടയിലൊക്കെ ഞാനും കണ്ണനും അറിയാതെ പോയ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. അമ്മുവും ചന്തുവും തമ്മിലുള്ള ബന്ധം. അവരുടെ ഇഷ്ടം ഞങ്ങളറിയാതെ അവരവരുടെ ലോകത്ത് ജീവിക്കുന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് വൈകി. അത് ഞങ്ങൾ അറിയുന്നത് അവർ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അന്ന് ഞാൻ +1. പക്ഷെ ഞങ്ങൾ 4 പേരും ഒരേ സ്കൂളിലാണ്. ഒരു ദിവസം രാത്രി, കണ്ണാ എൻ്റെ സ്കെയിൽ ഒന്ന് തരുമോ? എൻ്റെ ഇത് കാണുന്നില്ല. സ്കെയിലോ? ആ, അതെൻ്റെ അടുത്തില്ല, എൻ്റെത് പൊട്ടിപ്പോയി. അല്ലെങ്കിലും നിന്റെ എന്ത് സാധനം നീ മര്യാദയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? നിന്റെ ഒരു കാര്യം. നിനക്കിപ്പോൾ സ്കെയിലല്ലേ വേണ്ടത്? ചെല്ലും, അത് അമ്മൂൻ്റെ കയ്യിലുണ്ടാവും. വെറുതെ ഇവിടെ നിന്ന് എന്നെ അന്നാക്കാൻ നിൽക്കണ്ട. അമ്മൂനെ നോക്കി റൂമിൽ പോകണ്ട, അവൾ ബാത്റൂമില്ല. അവളുടെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്, ഇതാ ഇതിൽ നോക്ക്. അങ്ങനെ സ്കെയില് നോക്കാൻ വേണ്ടി ഞാൻ അവളുടെ ബാഗ് എടുത്തു. എന്നാൽ ബാഗിൽ നോക്കിയപ്പോൾ ആദ്യം തന്നെ കണ്ടതൊരു കത്ത. എന്താണെന്നറിയാൻ ഞാനത് പുറത്തെടുത്തു. അടുത്ത് കണ്ണനുണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും കണ്ണൻ ആ കത്ത് വാങ്ങി. ഞങ്ങൾ രണ്ടുപേരും അത് വായിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അമ്മുവും ചന്തുവും തമ്മിലുള്ള ബന്ധം. കാരണം അത് ചന്തുവിൻ്റെ കത്തായിരുന്നു. ഞാനും കണ്ണനും അപ്പം തന്നെ അത് അവളോട് ചോദിക്കാൻ തീരുമാനിച്ചു. അമ്മു, നീ വന്നേ, ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വാ. എന്ത് കാര്യം?
വാടി ഇങ്ങോട്ട്. എന്ത് കാര്യമെന്നൊക്കെ റൂമെന്ന് പറയാം, ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ റൂമിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളോട് ചോദിച്ചു. ആദ്യമൊക്കെ അവിടെ നിന്ന് അറിയാൻ പഠിച്ചെങ്കിലും പിന്നീട് എല്ലാം തുറന്നു പറഞ്ഞു. കണ്ണാ പ്ലീസ്, നീ ഇതാരോടും പറയരുത് പ്ലീസ്. നീനു പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അമ്മോ, സത്യം പറയണം, നീ ശരിക്കും അവനെ പ്രണയിക്കുന്നുണ്ടോ? അതോ നിന്റെ ടൈം പാസിന് വേണ്ടി മാത്രം നീ അവനെ പറ്റിക്കാണോ? എടി അവനൊരു പാവ, ഒരു പച്ച പാവം. ആരെന്ത് പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. അതുപോലെ നിന്നെ അവൻ വിശ്വസിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് സത്യം പറയണം, നീ അവൻ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടോ? കണ്ണ, നീ എന്തൊക്കെയാ ചോദിക്കുന്നത്? എടാ, ഞാനവനെ പറ്റിക്കാണെന്നോ? അല്ല, എനിക്കവനെ ശരിക്കും ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവനേക്കാളേറെ. അവനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അമ്മ, നീ എന്തൊക്കെയാ പറയണേ? ഇതൊന്നും നടക്കില്ല. ഇതെങ്ങാനും ഇവിടെ ഉള്ളവരാരെങ്കിലും അറിഞ്ഞ, വല്യച്ഛനറിഞ്ഞ, നിന്റെ അച്ഛനറിഞ്ഞ എന്തായിരിക്കും? എടി അമ്മു, അവനൊരു പാവ. അവന്റെ ഭാവി നിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ല. കുറച്ചു നാൾ നിന്നെ അവിടെ പൊട്ടിവിടായിരിക്കും. പക്ഷെ നിന്റെ ഭാവി അത് എന്താണ് സേഫ് ആയിരിക്കും. എന്നാൽ അവൻ അങ്ങനെയല്ല. പഠിച്ച് വലിയ ഡോക്ടർ ആവുന്ന അവൻ്റെ ആഗ്രഹം. അതൊക്കെ ഇതോടെ അവസാനിക്കും. വേണ്ടടേ, ഇതൊന്നും വേണ്ട. നമ്മുടെ കാരണം ആ പാവത്തിന്റെ ജീവിതം നശിപ്പിക്കണ്ട. ഇല്ല നീനു, ആരും ഒന്നും അറിയില്ല. ഞങ്ങൾ രണ്ടാളും ഇതാരോടും പറയില്ല. അവളുടെ ഡോക്ടർ ആകുന്നത് വരെ നിങ്ങളും ഇതാരോടും പറയരുത് പ്ലീസ്. ഇത്ര നാളും ആരും അറിയാതെ ഞങ്ങൾ പ്രണയിച്ചില്ലേ? ഇനിയും ആരും അറിയാതെ ഞങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോകും. പ്ലീസ് ഡേ കണ്ണാ, പ്ലീസ്, നീ എങ്ങനെ എന്നെ വിശ്വസിക്കാം. എനിക്ക് അവനില്ലാതെ പറ്റില്ല. അവനെ മറക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ ഇതാരെങ്കിലും അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അവൻ ഭാവിയിൽ ഡോക്ടർക്കായി ഒന്ന് സെറ്റിലായ ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുവരെ ഇതാരോടും പറയരുത് പ്ലീസ് ഡാ, പ്ലീസ്. അമ്മു, ദൈവമേ, വല്യച്ഛൻ. അപ്പോൾ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ് അല്ലേ? അങ്ങനെ ഒരു പേരില്ലാത്ത വ്യക്തിന് വേണ്ടിയല്ലല്ലോ ഞാൻ നിന്നെ വളർത്തിയത്. വല്യച്ഛ, ഊരും പേരും ഇല്ലാത്തവന് അതങ്ങനെ? നമ്മുടെ വിമലാൻ്റിയുടെ മോനല്ലേ ചന്തു? കണ്ണാ, നീ മിണ്ടരുത്. നീ ഇവക്ക് കൂട്ടു നിൽക്കണം. എന്തായാലും ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. പഠിക്കാൻ വിട്ട പഠിക്കണം, അല്ലാതെ കൊണ്ട തെണ്ടിപ്രായിട്ട് പ്രണയിച്ച് നടക്കുമല്ല വേണ്ടത്. ചന്തു പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ തിരിച്ചു കൊത്താൻ തുടങ്ങി. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. ഞാൻ തീരുമാനിക്കും. വല്യച്ഛ പ്ലീസ്, അവനൊന്നും ചെയ്യരുത്. അവനൊരു പാവ, പ്ലീസ്. നാനോളെ, എല്ലാവരോടും എൻ്റെ റൂമിലേക്ക് വരാൻ പറ. വല്യച്ഛ പ്ലീസ്, ഞാൻ വല്യച്ഛൻ്റെ കാല് പിടിക്കാം. അച്ഛനൊന്നും അറിയരുത്. അച്ഛനൊന്നും പറയരുത് പ്ലീസ്. വേണ്ട വല്യച്ഛ, പ്ലീസ് പ്ലീസ് വല്യച്ഛ. രാമനൊന്നും അറിയരുതെന്നോ? അവനാണിത് ആദ്യം അറിയേണ്ടത്. കാരണം നീ അവൻ്റെ മോളാ. അവൻ തീരുമാനിക്കും എന്ത് വേണമെന്ന്. രാമൻ്റെയും സീതയുടെയും അഭിപ്രായമാണ് എനിക്ക് ഇക്കാര്യത്തിൽ അറിയാനുള്ളത്. എന്താ നിങ്ങളുടെ തീരുമാനം? എനിക്കൊന്നും പറയാനില്ല ഏട്ടാ. എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ തന്നെ തീരുമാനിച്ചോ. മോളെ അമ്മ, സീതമ്മ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. അത് മനസ്സിലാക്കാൻ വേണം. നിനക്കിപ്പോൾ വയസ്സ് എത്രയാ? 15 അല്ലേ? ഇനി എത്ര കിടക്കുന്നു നിന്റെ ജീവിതം? നിനക്കിപ്പോൾ തോന്നുന്നതല്ല ഇനി അങ്ങോട്ട്. ഇത് നിന്റെ പ്രായത്തിൻ്റെ കുഴപ്പമാണ്. ഇതൊന്നും ഞങ്ങൾ എന്താ പറയാ മോളെ? ഇപ്പൊ പഠിക്കേണ്ട പ്രായം, അല്ലാതെ പ്രണയിക്കാനും കളിക്കാനൊക്കെ ഇനി സമയമില്ലേ?
ദയവ് ചെയ്ത് എൻ്റെ മോൾ ഇതെല്ലാം അവസാനിപ്പിക്കണം. മോളെ നന്മയ്ക്ക് വേണ്ടിയാ ഇവിടെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത്. മോളുടെ അമ്മ ഓർത്തെങ്കിലും മോളിതിൽ നിന്ന് പിന്മാറണം. പ്രായത്തിൽ എന്ത് കുഴപ്പസ്ഥിതമേ? ആ, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊന്നും സംസാരിക്കുന്നത്. അവൾക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താ? അവർ പഠിപ്പിനൊന്നും ബാധിക്കുന്നില്ലല്ലോ. കണ്ണാ, കാര്യങ്ങൾ സംസാരിക്കാൻ ഇവിടെ മുതിർന്നവരുണ്ട്. നീ ഒന്നും പറയണമെന്നില്ല. സീതമ്മ, പ്രായത്തിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, എനിക്ക് ചന്തുവിന് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഇന്ന് ഇന്നലെ തുടങ്ങി ഇഷ്ടമല്ല. 6ാം ക്ലാസ് തൊട്ട് ഞാൻ അവനിഷ്ടത്തില്ല. ഇത്രയും നാൾ ഞങ്ങൾ ഇഷ്ടത്തിന് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. അതിനെയും അങ്ങനെ തന്നെയായിരിക്കും എന്നെൻ്റെ വിശ്വാസം. അവനൊരു പാവാവസ്ഥ. അവനില്ലാതെ എനിക്ക് പറ്റില്ല. അവനില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് സീതമ്മയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. പ്ലീസ്. ശങ്കര, വിമലയും ചന്തുവിനെയും കുട്ടി ഔട്ട് ഹൗസിലേക്ക് വാ. രാമ, നീ എൻ്റെ കൂടെ വാ. അന്ന് അവർ മാത്രം എന്തോ കുറേ സംസാരിച്ചു. എന്താണെന്ന് ആർക്കും അറിയില്ല, അതവർക്ക് മാത്രം അറിയാം. ഏകദേശം 1 മണിക്കൂറിന് ശേഷം അവർ പുറത്തിറങ്ങി വന്നത്. ഉണ്ണി, നാളെ നീ ചന്തുവിനെ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടാക്കണം. അവനിനി ഇവിടെ നിൽക്കുന്നില്ല, പഠിക്കുന്നുമില്ല. മനസ്സിലായോ? നിന്റെ കൂടെ രാമനും ഉണ്ടാവും. ആ, ശരി അച്ഛാ. ചന്തു എവിടെ പോവാ? ചന്തു, നിങ്ങൾ എങ്ങോട്ട് പറഞ്ഞേക്കാം? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ചന്തു നീ എവിടെ പോടാ? ലക്ഷ്മി, ഭക്ഷണം എടുത്തു വെക്ക, എനിക്ക് നല്ല വിശപ്പുണ്ട്. അച്ഛാ, ചന്തു എങ്ങോട്ട് പോ? നിങ്ങൾ അവൻ എങ്ങോട്ട് പറഞ്ഞേക്കുന്നത്? അവന് പഠിക്കുന്നില്ലെന്നോ? അതെങ്ങനെ ശരിയാവും? അവൻ നന്നായിട്ട് പഠിക്കുന്നതല്ലേ? സീത, എനിക്കും നല്ല വിശപ്പുണ്ട്. വാ. അച്ഛാ പ്ലീസ്, എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾ അവൻ എങ്ങോട്ടാ പറഞ്ഞേക്കുന്നത്? ചന്തുവിന് അവനിനി പഠിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു. അച്ഛാ, എന്താ ഇത്? മോളെ, എനിക്കൊന്നും പറയാനില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയും. നിങ്ങൾ 2 പേരുടെയും നല്ല ഭാവിക്ക് വേണ്ടി മാത്രമേ ഞാനും ഏട്ടൻ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് ദോഷം വരുന്നതൊന്നും ഞങ്ങൾ ചെയ്യില്ല. എൻ്റെ മുടിപ്പം അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ചന്തു, അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയെ? നീ എങ്ങോട്ട് പോവാ? എടാ, നീ നിന്നൊന്ന് പറ. എന്താ അവിടെ നിങ്ങൾ സംസാരിച്ചത്? എന്താ നിങ്ങൾ സംസാരിച്ചതെന്ന് എന്നോട് നീ പറയടാ, പറയാൻ. കണ്ണ, എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോൾ അതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. അത് ഞാൻ വല്യച്ഛന് കൊടുത്ത വാക്കാ. പിന്നെ അമ്മ, ഞാൻ എങ്ങോട്ട് പോയാലും എവിടെ പോയാലും എൻ്റെ മനസ്സെന്നും ഇവിടെ ആയിരിക്കും. ഞാൻ വരും നിനക്ക് വേണ്ടി. നിന്നെ കൂട്ട് ഞാൻ തിരിച്ചു വരും. അന്ന് നീ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കണം. കാത്തിരിക്കില്ലേ? ചന്തു പ്ലീസ്, നീ പോവല്ലേ? നീ അങ്ങോട്ടും പോവില്ലടാ പ്ലീസ്. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. പ്ലീസ് നീ പോവണ്ടടാ. അമ്മ ഇങ്ങനെ കരയാതെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വരും. എൻ്റെ അമ്മൂന് വേണ്ടി അമ്മൂനെ കൊണ്ടുപോകാൻ ഈ ചന്തു വരും. അതെൻ്റെ വാക്കാം. പിന്നെ ഞാനല്ലേ ഇവിടുന്ന് പോകുന്നുള്ളൂ. എൻ്റെ മനസ്സ് നിൻ്റെ അടുത്ത് വെച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്. കരയരുത്, നീ ഇനി കരയരുത്. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. പിന്നെ
നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഞാനില്ലാന്ന് വെച്ച് പഠിപ്പിൽ ഉഴപ്പരുത്. നയനേച്ചി, ചന്തു പോവാ. ഇനി ഞാൻ വരും ഒരു ഡോക്ടറായിട്ട്. നയനേച്ചി പറഞ്ഞ പോലെ ഞാനൊരു ഡോക്ടറാവും. ഇത് എൻ്റെ വാശിയാണ്. ചന്തു, നീ പോയിട്ട് വാടാ. എവിടെയാണെങ്കിലും നീ സന്തോഷത്തോടെ ഇരിക്കണം. അമ്മൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. ഇവിടെ ഞാനും കണ്ണനൊക്കെ ഇല്ലേ, അവൾക്കൊന്നുമില്ല. നീ പോ, ചെല്ല്. അണ്ണാ, നീ ഹിമകണമായി ഈ വഴി മറയുന്നു, നീ അകലുന്നു ഓരോ വില പൊഴിയുമ്പോ. എൻ നെഞ്ചിൽ തേങ്ങും നിറൻ ഗീതം മായും നീളം മൂകമായി പിടയും നീ മെഴുതിരി നീയല്ലേ. അനാദി ബന്ധം ഞാനൊരാൾ. മേഘങ്ങൾ നീങ്ങി മെല്ലെ, മോഹങ്ങൾ കൊഴിയുന്നു വേനലിൽ. നീയാണേ വിൺതാരകം, നീ കേൾക്കും പാട്ടിൻ്റെ നൊമ്പരം. അന്ന് രാത്രി ഞങ്ങൾ അവൻ അവസാനമായിട്ട് കണ്ടത്. പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്കും അവൻ പോയിരുന്നു. എവിടെയാണെന്നോ എന്തിനാണെന്നോ ഒന്നും അറിയില്ല. അമ്മനത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ഒരുപാട് കരഞ്ഞു, കുറേ കരഞ്ഞു. കുറച്ച് ദിവസം അവൾ സ്കൂളിൽ പോയില്ല. പിന്നെ അവൾക്കെല്ലാവരോടും ദേഷ്യമായി. ആരോടും മര്യാദയ്ക്ക് സംസാരിക്കാതെ. എന്തിന്, അവളുടെ സീതമ്മയോട് പോലും അവളൊന്നും മിണ്ടാതെയായി. പിന്നെ എന്നോടും കണ്ണനോടും മാത്രമായി സംസാരം പോലും. എന്നിട്ടും അവൾക്കൊന്നും മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചന്തുവിൻ്റെ ഓർമ്മകൾ അവളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവൾ തീരുമാനിച്ചു, ചന്തു ഇല്ലാത്ത ആ നാട്ടിൽ ഇനി താനും ജീവിക്കില്ലെന്ന്. അവൾ വാശി പിടിച്ചു. അവൾക്ക് അവിടെ നിന്ന് പോകണമെന്ന്. ആരും ആദ്യം അതിന് സമ്മതിച്ചില്ല. എന്നാൽ അവളുടെ വാശിക്ക് മുന്നിൽ മറ്റു നിവൃത്തിയില്ലായിരുന്നു. കാരണം അവൾ പിന്നെ ഭക്ഷണം പോലും കഴിക്കാതെ പട്ടിണി കിടക്കാൻ തുടങ്ങി. ചെറിയമ്മയുടെ ഒരു അപ്പച്ചിയുണ്ട് എറണാകുളത്ത്. അവിടെ ആക്കാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ പിന്നെ അവൾ അവിടെയായി. ആ വർഷം അവൾ തീരെ സ്കൂളിൽ പോയില്ല. പിറ്റേ വർഷം വീണ്ടും 10ാം ക്ലാസ്. പിന്നെ +2 വരെ പഠിച്ചത് അവൾ അവിടെയാണ്, അവരോടൊപ്പം. ആദ്യമൊക്കെ മാസത്തിലൊരു തവണയെങ്കിലും ചെറിയ പോയി കൂട്ടിക്കൊണ്ട് വരാറുണ്ടായിരുന്നു. പിന്നെ അവൾ അതും വരാതായി. പിന്നീട് അവളുടെ വരവ് വർഷത്തിലൊരിക്കൽ മാത്രമായി. അതും ചെറിയമ്മയുടെ ഓർമ്മ ദിനത്തിൻ്റെ അന്ന്. അന്ന് വന്ന് അന്ന് തന്നെ തിരിച്ചു പോകും. അത്ര പോലും അവളെ നാടിനെ വെറുത്തായിരുന്നു. +2 കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വരാൻ എല്ലാവരും പറഞ്ഞിട്ടും അവൾ അതിനെ കൂട്ടാക്കിയില്ല. ചന്തു മടങ്ങി വരാതെ അവളും ആ നാട്ടിലേക്ക് വരില്ലെന്ന് വാശി പിടിച്ചു. ചന്തുവിൻ്റെ കാര്യം അവളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും അതൊന്നും അവളുടെ പഠിപ്പിനെ ബാധിച്ചില്ല. അതിനു വേണ്ടി അവൾ പഠിച്ചു, നന്നായിട്ട് പഠിച്ചു. +2 നല്ല മാർക്കോടെയാണ് അമ്മ പാസ്സായത്. പിന്നെ അവൾക്ക് ചെന്നൈയിൽ MGR യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇങ്ങോട്ടൊക്കെ അവളെ തനിച്ചു വിടാന്ന് വെച്ചാൽ വിളിച്ചിനെ സമ്മതിച്ചില്ല. എന്നാൽ അവൾ വാശി പിടിച്ചു അവൾക്ക് ചെന്നൈ തന്നെ പഠിക്കണമെന്ന്. അങ്ങനെയാ
ചെറിയച്ഛൻ നിങ്ങളുടെ കാര്യം ഞങ്ങളോട് പറയുന്നത്. ഇത്രയും നാളും ചെറിയച്ഛൻ അച്ഛനും അപ്പച്ചായിട്ട് നല്ല ബന്ധമാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴും അതെല്ലാവർക്കും അറിയില്ല. അതാകെ പറഞ്ഞിട്ടുള്ളത് എന്നോടും കണ്ണനോടും മുന്നോട്ടനോടും പിന്നെ അമ്മോനോടും. വീട്ടിൽ വേറെ ആർക്കും അതറിയില്ല. വല്യച്ഛനോട് പറഞ്ഞത് ചെറിയച്ഛൻ്റെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീടാണെന്ന്. എന്നാലും വല്യച്ഛന് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഫ്രണ്ടിൻ്റെ വീടാണെങ്കിലും അതിലൊട്ടും താല്പര്യമില്ലായിരുന്നു വല്യച്ഛന്. ഒരു വിധത്തിലാണ് ചെറിയച്ഛനും വല്യച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. അവൾ പഴയ അമ്മയായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കാര്യം ഞങ്ങൾ അറിയുമായിരുന്നില്ല കണ്ടിട്ടാ. നമ്മുടെ മനസ്സ് ശരിയാണെങ്കിൽ പിന്നെ എവിടെ പോയി പഠിച്ചാലെന്താ, എന്ത് ജോലി ചെയ്താലെന്താ. പക്ഷേ മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ എന്ത് സമാധാനത്തിലാണ് അവരെ വേറൊരു നാട്ടിലൊക്കെ വിട്ട് പഠിപ്പിക്കുക. വീട്ടുകാർക്ക് എന്തെങ്കിലും സമാധാനം കിട്ടും. അവർക്ക് ഇങ്ങനൊരവസ്ഥയുള്ള കൊണ്ടാ ചെറിയച്ഛൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതേതായാലും നന്നായി. അല്ലെങ്കിൽ എനിക്കെൻ്റെ പെണ്ണിനെ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു.